കൂട്ടുകാരെ, ഇന്ന് ഞാൻ അധ്യാപക ദിനത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി നടന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഈ ദിനത്തിൽ ഓർക്കാം. അധ്യാപകർക്കായി സമർപ്പിച്ച ഈ ദിനം ഭാരതരത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ആചരിക്കുന്നത്. വിദ്യാലയ ജീവിതത്തിലേക്കും കലാലയ ജീവിതത്തിലേക്കും തിരികെ പോകാൻ കൊതിക്കുന്നവരാണ് നമ്മളിൽ പലരും. കരയുമ്പോൾ ആശ്വസിപ്പിച്ച അധ്യാപകരെയും തളരുമ്പോൾ കൂടെ നിന്ന അധ്യാപകരെയും വീണ്ടും കാണാനും അവർക്കൊപ്പം നിമിഷങ്ങൾ പങ്കിടാനും കൊതിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്നവരാണ് അധ്യാപകർ. അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു തന്ന് വിദ്യാർത്ഥികളായ നമ്മെ ഓരോരുത്തരെയും സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ഈ ദിവസം സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെ ആദരിക്കുന്നതിന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. വിദ്യ പകർന്നു തന്നവരെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു സന്ദേശത്തിലൂടെ നമുക്കവരെ ഓർക്കാം. എപ്പോഴും പ്രചോദനം പകർന്ന എല്ലാ അധ്യാപകർക്കും എന്റെ അധ്യാപക ദിനാശംസകൾ. സെപ്റ്റംബർ 5 ആദ്യക്ഷരം പകർന്നു തന്ന ഗുരുക്കന്മാരെ സ്മരിക്കാനും ബഹുമാനിക്കാനും രാജ്യം മാറ്റിവെച്ച ഒരു സുദിനം. നമ്മെ അജ്ഞാനത്തിന്റെ പാതയിൽ നിന്നും ജ്ഞാനത്തിന്റെ പാതയിലേക്ക് നയിച്ചവരാണ് അധ്യാപകർ. അക്ഷരങ്ങളിൽ പിച്ചവെച്ച് നടത്തിച്ച അറിവിന്റെ ലോകത്തേക്ക് എനിക്ക് വെളിച്ചം നൽകി എന്നെ ഞാനാക്കിയ എന്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഹാപ്പി ടീച്ചേഴ്സ്. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ലോകപ്രശസ്ത തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം ഈ ദിനമായി തിരഞ്ഞെടുത്തത് തീർത്തും ഉചിതമാണ്. കാരണം ലോകപ്രശസ്ത തത്വശാസ്ത്രജ്ഞൻ എന്നതിലുപരി അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അധ്യാപനത്തെ കുറിച്ച് വളരെ വ്യക്തമായതും മഹത്വപരമായതുമായ ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. നവസമൂഹ നിർമ്മിതിയുമായിരുന്നു ഉയർന്നു കേൾക്കുന്നത് അധ്യാപകന്റെ പേരാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ പേരാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന വാക്യം നമ്മുടെ വരും തലമുറകളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളിൽ നിന്ന് ഉരുവായ മനുഷ്യനെ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ വഴിവിടക്കാതെ ഗുരു എന്ന പരമസത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഗുരു. എവിടെയെങ്കിലും ഒരു ഇടർച്ച സംഭവിച്ചാൽ അതിന്റെ താളാത്മകത തന്നെ നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ വിരൽത്തുമ്പ് ഉപയോഗിച്ച് ലോകത്ത് തന്നെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പുരോഗമനം വീക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ അതിന്റെ പുരോഗമനം വീക്ഷിക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അധ്യാപകനെ നായകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഒട്ടും പിന്നോട്ടാക്കുന്ന ഒരു ഘടകവും ഇതുവരെ വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ളതുമായ പലതരത്തിലുള്ള വികസനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വികസനത്തിനൊക്കെ പരിഗണിക്കപ്പെടുന്നത് അധ്യാപകനെയും അധ്യാപകന്റെ വാക്കിനെയുമാണ്. ആ പ്രഥമ സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നത് എന്നതിലുപരി അധ്യാപക ലോകത്തിന് അഭിമാനിക്കാൻ മറ്റൊരു ഘടകമില്ല. കണ്ണീരിന്റെ നനവും ബോംബേറിന്റെ ശബ്ദവും രക്തത്തിന്റെ മണവും മാത്രമുള്ള സ്ഥലങ്ങളിൽ പോലും ഈ സ്ഥിതിക്ക് മാറ്റമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിക്കൂടങ്ങളെ പോലെ മനോഹരമായ മറ്റൊരു പൂവാടിയുമില്ല. അവിടെ പക്ഷേ നല്ല പരിചരണം നൽകിയില്ലെങ്കിൽ അവിടുത്തെ ചെടികൾ വാടിപ്പോയേക്കാം, പൂക്കളുടെ ദളങ്ങൾ കൊഴിഞ്ഞു പോയേക്കാം, കടകൾ കീഴടക്കിയേക്കാം. പക്ഷെ ഇതുവരെ ആ പൂവാടിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ അവയെ പരിപാലിച്ചു വന്നു. അതിനെ എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ ആ പൂവാടിയെ മനോഹരമായി തന്നെ സൂക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഗുരുവിലാണ് ഒരു ശിഷ്യന്റെ എപ്പോഴുമുള്ള വിശ്വാസം. നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, നമ്മുടെ സംസ്കാരത്തിലേക്ക് പലപ്പോഴും പാശ്ചാത്യ സംസ്കാരം കയറി വന്നിട്ടുണ്ട്. പല ബന്ധങ്ങളും ശോഷിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം കാലങ്ങൾ കൊണ്ട് ദൃഢപ്പെട്ടു വന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് ഗുരു ശിഷ്യ ബന്ധമാണ്. നമുക്ക് ഭാരതത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം, താൻ തന്റെ ഗുരുവിന്റെ പ്രതിമ മുന്നിൽ വെച്ച് ശസ്ത്രവിദ്യ പഠിച്ച് പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥി
ആ വിദ്യാർത്ഥിയോട്, ആ ശിഷ്യനോട് തന്റെ ഗുരു ആവശ്യപ്പെടുന്നത് അവൻ പഠിച്ച ശസ്ത്രവിദ്യക്ക് ഏറ്റവും അനിവാര്യമായിരുന്ന പെരുവിരലായിരുന്നു. പക്ഷേ ആ തന്റെ ശസ്ത്രവിദ്യക്ക് ഏറ്റവും അനിവാര്യമാണ് എന്നറിഞ്ഞിട്ട് കൂടി ആ യാതൊരു വിധത്തിലുള്ള മടിയും കൂടാതെ തന്റെ പെരുവിരൽ മുറിച്ച് ഗുരുവിനെ കാഴ്ചവെച്ച ഏകലഭ്യന്റെ നാടാണ് ഭാരതം. തന്റെ ജ്യേഷ്ഠന്റെ മെതിയുടെ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ച ഭരതന്റെ നാടും ഭാരതം തന്നെയാണ്. ഇത് രണ്ടും നമ്മുടെ ഭാരതദേശം ഗുരുക്കന്മാർക്ക് നൽകിയ സ്നേഹാദരങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം. ഗുരു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇരുട്ടകറ്റുന്നവൻ എന്നാണ്. ഏറ്റവും വലിയ ഗുരുവായി ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മുടെ യഥാർത്ഥ ഗുരുവാണ്. ആരാണ് യഥാർത്ഥ ഗുരു? ഗുരു ബ്രഹ്മാവാണ്, ഗുരു ശിവനാണ്, ഗുരു യേശുവാണ്, ഗുരു നബിയാണ്, ഗുരു മാതാപിതാക്കളാണ്, നല്ല സുഹൃത്താണ്, നല്ല വഴികാട്ടിയാണ്. സംസാര സാഗര നീന്തി കടക്കാനുള്ള ഏറ്റവും നല്ല തോണി ഗുരുവിന്റെ സത്സംഗമാണെന്നും അതിന്റെ തുടകൾ ഗുരു സേവയും ഗുരുവിനോടുള്ള ബഹുമാനവുമാണ് എന്ന് നമുക്ക് ഗുരുഭക്തി യോഗ പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിന് മുൻപിൽ നമുക്ക് സർവ്വവും സമർപ്പിക്കാം. മനുഷ്യനെ സമൂഹ ജീവിയായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവന്റെ അധ്യാപകന്മാരാണ്. ആദ്യം അക്ഷരങ്ങൾ, പിന്നെ വാക്കുകൾ, പിന്നെ വാക്യങ്ങൾ, അങ്ങനെ അറിവിന്റെ ചക്രവാളങ്ങളിലേക്ക് മനുഷ്യനെ നടന്നെടുക്കാൻ ഏറ്റവും സഹായിക്കുന്നത് അവന്റെ അധ്യാപകന്മാരാണ്. ഒക്ടോബർ 5-നാണ് യുനെസ്കോ ഔദ്യോഗികമായി അധ്യാപക ദിനം ആചരിക്കുന്നത്. വരും തലമുറകളിലേക്ക് അധ്യാപകരുടെ അധ്യാപനത്തിന്റെ മഹത്വം പകർന്നു നൽകാൻ വേണ്ടിയാണ് യുനെസ്കോ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. 1994 ഒക്ടോബർ 5 അധ്യാപക ദിനമായി യുനെസ്കോ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗുരുക്കന്മാരായ ശങ്കരാചാര്യരും മഹാത്മാഗാന്ധിയും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനും അബ്ദുൽ കലാം ആസാദും തുടങ്ങി അനേകം ഗുരുക്കന്മാർ നമ്മുടെ ഭാരതദേശത്തോടു കൂടി കടന്നുപോയിട്ടുണ്ട്. അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ മഹത്വമായ കാര്യങ്ങൾ എന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ദൃശ്യധാരാളിത്തത്താൽ അവരുടെ വാക്കുകളൊന്നും നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഇന്ന് നഗരത്തിന്റെ തിരക്കുകൾ മുതൽ ഒരാളും കടന്നു ചെല്ലാത്ത കുഗ്രാമങ്ങളിൽ വരെ വളരെ ശക്തിയോടുകൂടി സർക്കാർ വക വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിദ്യാലയങ്ങളുടെ ശക്തിക്ക് പിന്നിലെ രഹസ്യം ഒരു കൂട്ടം അധ്യാപകരുടെ കഠിനാധ്വാനമാണ്. അതിന് ഒരിക്കൽ കൂടി ആ കഠിനാധ്വാനത്തിന്, ആ ആത്മസമർപ്പണത്തിന് എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്, നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് വരും തലമുറക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ള അധ്യാപനത്തിന്റെ പഠനത്തിന്റെ വൈര്യങ്ങൾ അനേകമാണ്. കേരള സർവകലാശാലയും മലയാള സർവകലാശാലയും തുടങ്ങിയ അനേകം സർവകലാശാലകൾ ആ പാണ്ഡ്യത്തിലെ ആ വഴിയിലെ വഴിവിളക്കുകൾ മാത്രമായേക്കാം. ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ എന്ന പദം കുടിപ്പള്ളിക്കൂടം മുതൽ ഗവേഷണ ക്ലാസ് എടുക്കുന്ന മഹാനായ അധ്യാപകൻ വരെയുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ അധ്യാപകന്മാരുടെ എല്ലാം ധർമ്മം ഒന്നാണ്, ശിഷ്യന് ജ്ഞാനം പകർന്നു നൽകുക എന്നത്. കാലം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഗുരുകുലവും ഗുരുശിഷ്യ ബന്ധവും എവിടെയെങ്കിലും ചെറിയ തോതിലെങ്കിലും ക്ഷയിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പഴയ നിർവചനങ്ങൾക്ക് ഇപ്പോൾ അർത്ഥമുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് ഈശ്വരനെ തേടിയുള്ള ഏറ്റവും വലിയ ഗുരുവായ ഈശ്വരനെ തേടിയുള്ള യാത്ര തുടർന്നേ പറ്റൂ. അതിന് ഇനിയും നമുക്ക് ഗുരു എന്ന ആ തോണിയുടെ ആവശ്യമുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങൾ ഇനിയും ഒരു കുതിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് ഗുരുവിന്റെ ആവശ്യമുണ്ട്. ഇവിടെയും നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ സർഗചേതനങ്ങളെ തട്ടിമാർത്തിക്കൊണ്ട് നമ്മുടെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരുണ്ടാവും ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരുപാട് ജ്ഞാനങ്ങൾ പറഞ്ഞു തന്നതിന് എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. ഗുരുവേ നമഃ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പുതുതലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചം നൽകുന്ന എല്ലാ അധ്യാപകർക്കും എന്റെ അധ്യാപക ദിനാശംസകൾ. നമസ്കാരം. ലോകത്തെ ഒരു തത്വചിന്തകനും ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ന്യൂ നേഷൻ ക്യാൻ തിങ്ക് ബിയോണ്ട് ദി ലെവൽ ഓഫ് ടീച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തലമുറകൾക്ക് ദിശാബോധം നൽകി അറിവിന്റെ ചക്രവാളത്തിലേക്ക് നയിക്കുന്ന അധ്യാപക ജീവിതം ജന്മസുഹൃതമാണ്.
വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെങ്കിൽ അവർക്ക് വെളിച്ചവും വഴികാട്ടിയുമാണ് അധ്യാപകർ. സ്നേഹവും വാത്സല്യവും ആവോളം പകർന്നു കൊടുക്കുന്നവർ, അജ്ഞതയിൽ നിന്നും വിജ്ഞാനത്തിന്റെ ചക്രവാളത്തിലേക്ക് കുരങ്ങുകളെ പറത്തിവിടുന്നവർ. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്റേതല്ല എന്ന് എപ്പോൾ തോന്നുന്നുവോ ആ നിമിഷം വിദ്യാലയം വിട്ട് പുറത്തു പോകാൻ അധ്യാപകർ ബാധ്യസ്ഥരാണ് എന്ന് ഗുരു നിത്യചൈതന്യേരി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് ഡിജിറ്റൽ ലോകത്തേക്കാണ്. അതിനാൽ അവർക്ക് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ ഇന്റർനെറ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നും ലഭിക്കുമായിരിക്കും. എന്നാൽ ഒരു കുട്ടിക്ക് സ്നേഹിക്കുവാൻ, അവരെ ഹൃദയത്തോട് പിടിച്ചു നിർത്തുവാൻ, അവർക്ക് അനുഭവങ്ങൾ നൽകുവാൻ ഒരു അധ്യാപകന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ അധ്യാപകരും തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിലെ പ്രതിഭയെ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഓരോ കുട്ടികളിലും ആൽബർട്ട് ഐൻസ്റ്റീനെയോ ഷേക്സ്പിയറിനെയോ തോമസ് ആൽവ എഡിസണിനെയോ ആയിരിക്കണം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. നാം ഈ ദേശീയ അധ്യാപക ദിനത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്നേഹത്തോടെയും കരുതലോടെയും കൂട്ടുപിടിച്ചും പാഠപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കുവാൻ ശ്രമിക്കുന്ന റിസോഴ്സ് അധ്യാപകരെയാണ്. സ്നേഹവും വാത്സല്യം ആവോളം പകർന്നു നൽകുന്ന അധ്യാപകർക്ക് അർഹമായ പരിഗണനയും മെച്ചപ്പെട്ട സേവന വേതനങ്ങൾ ലഭിക്കുന്നില്ല എന്ന കാര്യം ഈ ദിനത്തിൽ നാം മറന്നുകൂടാം. ഓരോ വിദ്യാർത്ഥിയെയും വാർത്തെടുക്കുന്നത് അവരുടെ അധ്യാപകരാണ്. ഹിറ്റ്ലറെ ഹിറ്റ്ലറാക്കിയതും എബ്രഹാം ലിങ്കണാക്കി മാറ്റിയതും അവരുടെ അധ്യാപകരാണ്. തങ്ങളുടെ മുന്നിലിരിക്കുന്ന കളിമൺ ഏത് രൂപത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ അധ്യാപകരെന്ന ശില്പിയാണ്. ഈ ദിനം അതിനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ. എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. നമസ്കാരം. അക്ഷരലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു ഉയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അറിവിന്റെ പാതയിൽ വെളിച്ചമായി വന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഈ ദിനത്തിൽ ഓർക്കാം. നല്ലൊരു അധ്യാപകനും ലോകാന്തര തത്വചിന്തകനും എഴുത്തുകാരനും ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കപ്പെടുന്നത്. അറിവിന്റെ അനന്തവിശാലതയിൽ ഒരു ജീവിതം തന്നെ മാറ്റിവെക്കപ്പെടുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഈ ഗുരുക്കന്മാരുടെ കരങ്ങളിൽ നിന്നാണ് പുതുതലമുറ സ്നേഹാധ്യായനങ്ങൾ പകർത്തിയെടുക്കുന്നത്. ഒരു ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ അവർ പകർന്നു തരുന്നത് ആ ചുവരുകൾക്കപ്പുറത്തുള്ള വിശാലമായ ലോകത്തിന്റെ അറിവാണ്. അറിവിന്റെയും വിവേകത്തിന്റെയും മഹത്തായ മൂല്യങ്ങൾ പകർത്തി തരുന്ന എൻ്റെ എല്ലാ അധ്യാപകന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ. To all wonderful teachers and very happy Teachers Day. Thank you. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 5 രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നു. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ അധ്യാപകരെ ഹൃദയപൂർവ്വം സ്മരിക്കാൻ ഒരു ദിനം. മാതാപിതാ ഗുരുദൈവം, ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കണ്ണിയാണ് അധ്യാപകർ. ജീവിതത്തിൽ വിജയിച്ചവരുടെ എല്ലാം പിന്നിൽ ഒരു ഗുരുക്കമുണ്ട്. പ്രശസ്തനായ APJ അബ്ദുൽ കലാം അധ്യാപകരെ വാഴ്ത്തുന്നവനായിരുന്നു. ഗുരു കടാക്ഷത്തെ അഭിമാനം കൊള്ളുന്നവനായിരുന്നു. നന്മ നമുക്കതേയുള്ളൂ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. രാമപുരത്ത് വരയുടെ കുചേലപുത്തം മഞ്ജുപ്പാട്ടിലെ വരികളാണിവ. നമ്മുടെ സാഫല്യത്തിന്റെ അടിത്തറ, നമ്മുടെ വിജയത്തിനായി പ്രയത്നിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മുടെ അധ്യാപകരാണ്. തന്റെ മുൻപിലിരിക്കുന്ന ഓരോരുത്തരെയും സ്വന്തം മക്കളെ കാണുന്ന ആ മനസ്സിന് നമുക്ക് നന്ദി അർപ്പിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹത്തിനൊരു പങ്ക് സമ്മാനം, അതായിരിക്കട്ടെ നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന വഴി. നന്ദി. അക്ഷരപ്പൂക്കളാൽ നെറുകയിൽ ചുംബിക്കുമറിവിൻ കൈത്തിരിയാണധ്യാപകൻ. ആദ്യാക്ഷരത്തിൽ കുരുക്കിനെ ഒന്നൊന്നായി ഹാരമായി മാറ്റി അണിഞ്ഞു തന്നു. മഷിത്തണ്ടിൻ നനവും സ്ലേറ്റിൻ മണവും ഓർമ്മയിലെത്തും തുളുമ്പി നിൽപ്പോ. പെൻസിലിൻ കോറലാൽ ഞാൻ തീർത്ത ചിത്രങ്ങൾ ഉള്ളു തുറയ്ക്കുമെൻ ശരികളാക്കി. അച്ഛനായി അമ്മയായി കരുതലായി കാവലായി പരകായ വേഷങ്ങൾ സ്വായത്തമായി വിതുമ്പുന്ന കൺകളെ വിരൽ തുമ്പിൻ കനിവിനാൽ ഹൃദയത്തിലേറ്റിയ ആഴക്കടൽ. വർണ്ണക്കൂടുകൾ നിവർത്തിയൻ ജീവിതം വർണ്ണാർഭമാക്കാൻ പ്രാർത്ഥിച്ചവൾ. തൂക്കുപാത്രത്തിൽ കലമ്പൽ കൊതിയെ കുസുർത്തിച്ചിരിയിൽ തളച്ചിട്ടവർ.
എരിയുന്ന വയറുകൾ കന്നവും സ്നേഹവും അതിരുകളില്ലാതെ വിളമ്പിയവൾ കാണിക്കയായി ഞാൻ വയ്ക്കുന്നു കാൽക്കലിൽ സഫലമാമെന്നൂടെ സുഹൃത ജന്മം. കാലവും കോലവും വേഗതയിലമരുമ്പോൾ മാന്ത്രികയായെന്നും മുൻപേ നടന്നവർ സ്നേഹത്താൽ സർവവും നേരാക്കി മാറ്റുന്ന ഉന്മായെനിക്കു പകർന്നു തന്നു. കല്ലേറും പൂക്കളും കുറ്റപ്പെടുത്തലും പാലമൃതാക്കുന്ന പാടങ്ങളായി നാളെയുടെ കനിവുകൾ വാടാതെ സൂക്ഷിക്കാൻ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നു. ഒരു പിൻവിളിക്കായി അവരെന്നും കൊതിക്കുന്നു, ഒരു താങ്ങിനായി ചുമലുകൾ തേടുന്നു. പേമാരിയിലുലയാതെ തളരാതെ നടന്നവർ ഇടരാതെ വീഴാതെ ചുവടു പിഴയ്ക്കാതെ മുന്നേറുകയെന്നു ഓർമ്മപ്പെടുത്തുന്നു നീ അധ്യാപകൻ. വീഴാതെ ചുവടു പിഴയ്ക്കാതെ മുന്നേറുകയെന്നു ഓർമ്മപ്പെടുത്തുന്നു നീ അധ്യാപകൻ.